നമസ്കാരം. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SHO അല്ലെങ്കിൽ CI ഒരു പ്രശാന്ത് കുമാറാണ്. അദ്ദേഹം സങ്കടത്തോടെ മലയാള മനോരമയോട് പറഞ്ഞ ചില കാര്യങ്ങൾ അവർ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നു ശ്യാം പ്രസാദ്. KSRTCയിലെ ഡ്രൈവറായി ജോലിക്ക് കയറി 4-5 വർഷം മുമ്പ് മാത്രമാണ് പോലീസിലേക്ക് ജോലിക്ക് കയറിയത്. ശ്യാം പ്രസാദും പ്രശാന്ത് കുമാർ എന്ന SHOയും ഒരു പോലീസുകാരനും CIയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. ഇരുവരും ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു, ഒരുമിച്ചിരുന്ന് പാട്ടുപാടുമായിരുന്നു, രസകരമായി ജീവിക്കുമായിരുന്നു. ഈ സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ഈ അടുത്ത കാലത്ത് അകാലത്തിൽ മരിച്ചു. ശ്യാം പ്രസാദിന് വലിയ ബുദ്ധിമുട്ടായി. ശ്യാം പ്രസാദ് പ്രശാന്ത് കുമാർ എന്ന CIയോട് ചോദിച്ചു, സാർ, നമ്മളിൽ ആരായിരിക്കും ആദ്യം മരിക്കുന്നത്? ഈ CI അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മരണം ആർക്കും എപ്പോഴും സംഭവിക്കാൻ വിട്ടുകളയാൻ. അന്ന് ശ്യാം പ്രസാദ് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ സാറിൻ്റെ മൊബൈൽ നമ്പർ ഡിലീറ്റ് ചെയ്യരുത്. സാറിന് മരിച്ചു കഴിഞ്ഞാലും ഞാൻ വാട്സാപ്പിലൂടെ സന്ദേശം അയക്കുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് കുമാർ എന്ന SHO കണ്ണു തുടക്കുകയാണ്. ഇനി ഒരിക്കലും ശ്യാം പ്രസാദിൻ്റെ നമ്പർ തൻ്റെ മൊബൈലിൽ നിന്നും നഷ്ടപ്പെടില്ലെന്നും മരണത്തിന് ശേഷം ശ്യാം പ്രസാദ് അയക്കുന്ന വാട്സാപ്പ് സന്ദേശം കാത്തിരിക്കുകയാണെന്നും പ്രശാന്ത് കുമാർ പറയുന്നു. ശ്യാം പ്രസാദ് കൊല്ലപ്പെടുകയായിരുന്നു, മരിക്കുകയായിരുന്നില്ല. കൊടുമാളൂർ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്ന വഴി രാത്രിയിൽ ഏറ്റുമാനൂരിനും കോട്ടയത്തിനും ഇടയിലുള്ള തെള്ളകത്ത് ഒരുപാട് തട്ടുകടകളുള്ള സ്ഥലമാണ്. കാരണം അവിടെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. കാരിത്താസ് അടക്കം ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. യൂണിഫോമിലായിരുന്നു, കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ അവിടെ അടി നടക്കുകയാണ്. 2 തട്ടുകടക്കാർ തമ്മിലുള്ള വഴക്ക്. സാലി എന്ന് പറയുന്ന ഒരു സ്ത്രീ നടത്തുന്ന ഒരു തട്ടുകടയും പ്രകാശൻ എന്ന പേരുള്ള ഒരു പുരുഷൻ നടത്തുന്ന തട്ടുകടയും. പ്രകാശന്റെ സുഹൃത്തായ ജിബിൻ ജോർജ് പ്രകാശന്റെ പക്ഷം ചേർന്നുകൊണ്ട് സാലിയെ അധിക്ഷേപിക്കുന്നു, തല്ലുന്നു. ആ കട അടച്ചുപൂട്ടാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്താണ് ശ്യാം പ്രസാദ് അവിടെ ചെയ്തത്. ഇതാ പോലീസ് വന്നു, നീ അകത്താകും എന്ന് പറയുന്നു. സാലി ഒരു പരിചയമില്ല, പക്ഷെ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വത്തോടെ ശ്യാം പ്രസാദ് ഇടപെടുന്നു. പക്ഷെ ജിബിൻ ജോർജ് ശ്യാം പ്രസാദിനെ തള്ളിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു, നെഞ്ചിൽ പലതവണ ചവിട്ടി. ആ സമയത്താണ് കുമരകം CI പട്രോളിങ്ങിന്റെ ഭാഗമായി അതിൽ വരുന്നത്. വണ്ടി നിർത്തിയപ്പോഴേക്കും ജിബിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ജിബിനെ പിടികൂടി വണ്ടിയിൽ കയറ്റി ശ്യാം പ്രസാദിനെ ആശുപത്രിയിലാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചിൽ ചവിട്ടേറ്റ് ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടായി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ, ഡ്യൂട്ടി സമയത്തല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടു എന്ന പേരിൽ മരിച്ചുപോയ ശ്യാം പ്രസാദിനെതിരെ പോലീസ് കേസെടുക്കരുത് എന്ന പ്രാർത്ഥന മാത്രം. അതിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടരുത് എന്ന പ്രാർത്ഥന മാത്രം. നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ആർക്കും ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥ. ഒരു പോലീസുകാരനെ നിലത്തിട്ട് ചവിട്ടിക്കൊല്ലാൻ മാത്രം ധൈര്യമുള്ള ഗുണ്ടകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ജിബിൻ ജോർജ് അനേകം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളാണ്. ബാറുകളിൽ പോയി ബഹളം വയ്ക്കുകയും പിടിച്ചുപറി നടത്തുകയും മോഷണം നടത്തുകയും ഒക്കെ ചെയ്ത പേരിൽ പലതവണ കേസെടുക്കപ്പെട്ട ആളാണ്. വധശ്രമം അടക്കമുള്ള കേസുകളിലെ പ്രതിയാണ്. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ജിബിൻ ജോർജിനെ ഇതൊക്കെ ചെയ്യാൻ ലൈസൻസ് കൊടുത്ത് തിറക്കുവിട്ടിരിക്കുന്ന ഒടുവിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ മാത്രമാണ് അയാൾ പിടിയിലാവുന്നതും ഇനി ശിക്ഷിക്കപ്പെടും എന്ന് നമ്മൾ കരുതുന്നതും. ഉറപ്പൊന്നുമില്ല. ഒരു വീട്ടിൽ കയറി ഒരു അമ്മയെ കൊന്ന് ബാക്കിയുള്ളവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയവനും ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും കൊല നടത്തുകയും ചെയ്ത നാടാണിത്. എത്ര ഭയാനകമായി നമ്മുടെ നാട് മാറിപ്പോയിരിക്കുന്നു. ആർക്കും ധൈര്യമായി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കൊല്ലപ്പെട്ടത് പോലീസുകാരനായതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വലിയ ആവേശവുമില്ല. അതേസമയം ഇവിടെ കൊല്ലപ്പെട്ടത് ഈ ജിബിൻ ജോർജ് എന്ന് പറയുന്ന ഗുണ്ടയായിരുന്നെന്ന് കരുതുക. അതായത് അവർ തമ്മിലുള്ള തർക്കത്തിൽ ജിബിൻ ജോർജ് താഴേക്ക് വീണ് കൊല്ലപ്പെട്ടു എന്ന് കരുതുക. ആ പോലീസിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു, വില്ലൻ വേഷത്തിൽ വരുമായിരുന്നു. ദിവസങ്ങളോളം നീണ്ട ചർച്ചയുണ്ട്. അതാണ് പോലീസിൻ്റെ ഒരു ഗതികേട് എന്ന് പറയുന്നത്. പോലീസിനെ പൊതുജനങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കുന്നു. അവർക്ക് ശമ്പളമുണ്ട്, പക്ഷെ അവരുടെ ഉത്തരവാദിത്വം പൊതുജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. പക്ഷെ പൊതുജനങ്ങൾ അവരെ ശത്രുപക്ഷത്ത് നിർത്തി അപമാനിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ചില മോശം പോലീസുകാരുണ്ട്, അവരെ നമ്മൾ വിമർശിക്കണം. പക്ഷെ പോലീസിൽ ഭൂരിഭാഗവും ശ്യാം പ്രസാദിനെ പോലെ മാന്യന്മാരാണ്. പക്ഷേ അവരെ പോലും നമ്മൾ ആരും പിന്തുണയ്ക്കുന്നില്ല. ഒരു ചാനലും അന്തിച്ചർച്ച നടത്തുന്നില്ല. പക്ഷേ ഗൗരവത്തോടെ കാണേണ്ടതാണ്. വേണമെങ്കിൽ ആ പോലീസുകാരെതിരെ ഇടപെടാതെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അതാണ് കേരളത്തിൽ നല്ലത്. എവിടെയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും അറിയില്ല. ഒരു വശത്ത് കുട്ടി ഗുണ്ടകൾ, അവർ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, കത്തിക്കുത്ത് നടത്തുന്നു. മറുവശത്ത് അതിഥി തൊഴിലാളികൾ നമ്മൾ വിളിക്കുന്ന ഇതര സംസ്ഥാനത്തിൽ നിന്നും പണിയെടുക്കാൻ വന്നവരുടെ ഗുണ്ടായുസം. അവൻ വഴി തടയുന്നു, ബഹളം വയ്ക്കുന്നു, കൊല നടത്തുന്നു. ഇവിടെ ആരും സുരക്ഷിതരല്ല. ഒരു മനുഷ്യനും സുരക്ഷിതരല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. പിണറായിയുടെ ഭരണകാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിന്റെ ക്രമസമാധാന നില അടിമുടി തകർന്നു എന്നതും ലഹരിയാണ് ഇവിടുത്തെ യഥാർത്ഥ ലഹരി എന്നതുമാണ്. മദ്യത്തിനെതിരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മദ്യം ഒരു വിഷയമേ അല്ലാതെ
എല്ലാവരും ലഹരി കച്ചവടക്കാരാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ്. ലഹരിക്ക് അടിമപ്പെട്ട തലമുറ, ആ തലമുറ എന്തും കാട്ടിക്കൂട്ടും. ആരും സുരക്ഷിതരല്ലായിരിക്കും. നമ്മൾ വീട്ടിൽ പോലും സുരക്ഷിതരല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ പറയുന്നു: കേരള ക്രൈം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, കൊച്ചി മോസ്റ്റ് ഡേഞ്ചറസ് സിറ്റി. ഇന്ത്യയിലെ ക്രൈം ക്യാപിറ്റൽ, കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനം കേരളമാണ്. ഇന്ത്യൻ നഗരങ്ങളിലെ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനം കൊച്ചിയാണ്. ഇതിന് ചെറിയ കണക്കുണ്ട്. ഗൂൺസ് ഓൺ കൺട്രി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഗൂൺസ് ഓൺ കൺട്രി. കേരള ഹാസ് ക്രൈം റേറ്റ് ഓഫ് 424.1, മോർ ദാൻ ഡബിൾ ദി നാഷണൽ ആവറേജ് ഓഫ് 187.6. ദേശീയ ശരാശരി ക്രൈമിന് 187.6 ആണെങ്കിൽ കേരളം 424.1 ആണ്. 2,41,986 കുറ്റകൃത്യങ്ങൾ നടന്നതിൽ കേരളത്തിൽ മാത്രമാണ് 11,756. ക്രൈം റേറ്റ് ഇൻ കൊച്ചി 1,879.8 ആണ്. അതേസമയം മറ്റ് നഗരങ്ങൾ 341.9 ആണ്. 2009 193 ഇരട്ടി കുറ്റകൃത്യങ്ങൾ കൊച്ചിയിലുണ്ടായിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. പിണറായി ഭരണകാലത്ത് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ മാറ്റമാണിത്. ആരും സുരക്ഷിതരല്ല, ഒരു മനുഷ്യരും സുരക്ഷിതരല്ല. എങ്ങനെയാണ് ഇതിനൊക്കെ പരിഹാരമെന്ന് ആർക്കും അറിയത്തുമില്ല.